ഒരാൾക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അതൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു സ്ട്രോക്കിനുള്ള സാധ്യത ഉണ്ടെന്ന് ഈ കാലത്ത് എല്ലാ സാധാരണക്കാർക്കും അറിയാം അല്ലെ. എന്നാൽ ഒരാൾക്ക് കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ പലർക്കും ഇപ്പോഴും അറിയില്ല. ഈ അറിവില്ലായ്മ കൊണ്ട് തന്നെ ഈ അസുഖം വന്ന് മൂർജിച്ച് ഡയാലിസിസിന്റെ വക്കത്തെത്തിയിട്ട് പലരും ഇതിനെപ്പറ്റി ബോധവാന്മാരാവലുള്ളൂ. അറ്റാക്കിലെ പോലെ സ്ട്രോക്കിലെ പോലെ കിഡ്നി രോഗികളിൽ വ്യക്തമായിട്ടുള്ള ലക്ഷണം എല്ലാ സമയത്തും കാണിച്ചോളണമെന്നില്ലെങ്കിലും കൂടെ ഭൂരിപക്ഷം പേഷ്യൻസിലും കാണിക്കുന്ന ചുരുക്കം ചില ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചോളി. മൂത്രത്തിൽ പത പോലെ കാണുന്നത്, മൂത്രത്തിൽ കളർ വ്യത്യാസം അഥവാ രക്തം കാണുന്നത്, കണ്ണിന് ചുറ്റും മുഖത്തും കാലിലും നീര് കാണുന്നത്, മരുന്നെടുത്തിട്ടും കൺട്രോളിൽ വരാത്ത ബ്ലഡ് പ്രഷർ, പിന്നെ അതുപോലെ തന്നെ ഇടവിട്ട് വരുന്ന മരുന്നെടുത്തിട്ടും വിട്ടുമാറാത്ത മൂത്രത്തിലെ പഴുപ്പ്, മൂത്രത്തിലെ കല്ല്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കിഡ്നിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ഭക്ഷണം ആവശ്യത്തിന് കഴിച്ചിട്ടും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും മരുന്നുകൾ കഴിച്ചിട്ടും വിട്ടുമാറാത്ത ക്ഷീണം, അതുപോലെ തന്നെ ഭക്ഷണത്തോട് മടുപ്പും ഓക്കാനവും ഛർദിയും, ഫുൾ ടൈം ഒരു ഉറക്കം തൂങ്ങിയ പോലത്തെ അവസ്ഥ, അമിതമായിട്ടുള്ള മെലിച്ചിൽ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും കിഡ്നി ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡിലെ ക്രിയാറ്റിൻ, യൂറിയ, യൂറിനിലെ പ്രോട്ടീൻ ലീക്ക്, അൾട്രാസൗണ്ട് സ്കാനിങ് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് അസുഖ വിവരം അറിയാവുന്നതാണ്. ഈ വൃക്കരോഗം രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പെട്ടെന്ന് ഉണ്ടാകുന്നത്, ഒന്ന് പതിയെ ക്രമേണ ഉണ്ടാകുന്ന കിഡ്നി സ്തംഭനം. അതിൽ ഈ പെട്ടെന്നുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെ അണുബാധ കൊണ്ട് ഉണ്ടാകുന്നതാണ്. മലേറിയ, ഡെങ്കിപ്പനി, എലിപ്പനി പോലെയുള്ള രോഗങ്ങളിൽ കിഡ്നിയെ ഇൻഫെക്ഷൻ ബാധിച്ച ശേഷം ഉണ്ടാകുന്ന കിഡ്നി ഇഞ്ചുറികളാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഴയ രീതിയിലോട്ട് മാറ്റാൻ പറ്റും. രണ്ടാമത്തതാണ് ഈ ക്രമേണ ഉണ്ടാകുന്ന കിഡ്നി ഇഞ്ചുറികളിലെ കിഡ്നി സ്തംഭനം. ബ്ലഡ് പ്രഷറും ഷുഗറും ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് കാരണക്കാർ. നമ്മളൊക്കെ തുടക്കത്തിൽ ഷുഗർ കാണുമ്പോൾ നമ്മൾ പറയാം അത് ഭക്ഷണം നിയന്ത്രിച്ചിട്ട് നോക്കാം, എന്നിട്ട് മരുന്ന് എടുക്കാന്ന് പറയും അല്ലെ. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം, ഒരു അരക്കുറ്റി സിഗരറ്റ് വലിച്ചാൽ പോലും അതിന്റെ കേട് നമ്മുടെ ശരീരത്തിൽ കാണും എന്ന് പറയുന്ന പോലെ നമ്മൾ ബിപിയോ ഷുഗറോ ഒരു മാസക്കാലം നമ്മുടെ ശരീരത്തിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ കണ്ടിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരുന്നെടുത്തിട്ടോ ഭക്ഷണം നിയന്ത്രിച്ചോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണോ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ കണ്ണ് കണ്ട സാധനങ്ങൾ വാങ്ങി കഴിച്ചിട്ടല്ല, ശാസ്ത്രീയമായിട്ടുള്ള എന്തെല്ലാം രീതികളുണ്ടോ ഷുഗറും പ്രഷറും നോർമലാക്കാൻ, ആ രീതികൾ എന്തൊക്കെ സ്വീകരിച്ചിട്ടാണെങ്കിലും ഷുഗറും ബിപിയും നോർമലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. പിന്നെ രണ്ടാമത്തതാണ് പൊണ്ണത്തടി. അമിത ഭാരമുള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ ഇക്കാലത്ത് പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ ജങ്ക് ഫുഡ്, പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന പാക്ഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരെ കഴിക്കേണ്ടതൊന്നും ഒരിക്കലും പറയണില്ല, മിതമായ നിരക്കിലൊക്കെ കഴിക്കാം. പിന്നെ ഈ ഫ്രൂട്ട് ജ്യൂസുകൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന പ്രവണത വളരെ കൂടുതലാണ്. നമ്മൾ ഈ സോഡ, മിറിണ്ട അങ്ങനെ പല പേരിലും കിട്ടുന്ന ബോട്ടിൽ വെള്ളങ്ങളുണ്ട്, അതെല്ലാം പരമാവധി ഒഴിവാക്കാം. പിന്നെയുള്ള ഒരു കാര്യം, ആൾക്കാർക്ക് ഈ വേദന വരുമ്പോഴേക്ക് തന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ലാതെ തന്നെ ഓടിപ്പോയി കഴിഞ്ഞ് സ്ഥിരമായിട്ട് വേദന സംഹാരികൾ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇംഗ്ലീഷ് മരുന്നോ ആയുർവേദ വേറെ ഏത് ചികിത്സാ രീതിയിലുള്ള മരുന്നുകളായിക്കോട്ടെ, വേദന സംഹാരികൾ ശരീരത്തിന് കേടാണ്. അത് ഭാവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതോടുകൂടി കിഡ്നിയെ അത് ബാധിക്കുന്നുള്ളത് തീർച്ചയാണ്. പിന്നുള്ളത് സ്റ്റിറോയിഡ് ഗുളികകൾ അനാവശ്യമായിട്ട് കഴിക്കുന്നതോടുകൂടി അതും കിഡ്നിക്ക് പണി കിട്ടുന്നതാണ്. പിന്നുള്ളത് പച്ചമരുന്നുകൾ. നമ്മൾ ശരിയായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ള ഒരു ആയുർവേദ പ്രാക്ടീഷണറുടെ അടുത്തല്ലാതെ പോയിട്ട് വാങ്ങിക്കുന്ന പച്ചമരുന്നുകൾ, ഒരു ലക്കും ലേബലും കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടുന്ന പച്ചമരുന്നുകൾ നമുക്ക് കിഡ്നിക്ക് പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ളത് വാങ്ങി കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഇന്ന് മാർക്കറ്റിൽ തടിക്കാനും മെലിയാനും എന്നൊക്കെ പറഞ്ഞിട്ട് ലൈസൻസും ലേബലും ഇല്ലാത്ത ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ ലൈസൻസ്ഡ് ഡോക്ടറുടെ സജഷനോ ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റും വാങ്ങി കഴിക്കാതിരിക്കുക. ഇനി കിഡ്നി സ്തംഭനം അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ രണ്ട് ചികിത്സാ രീതികളാണുള്ളത്. ഒന്ന് ഡയാലിസിസ്, രണ്ടാമത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. രണ്ടാമത് പറഞ്ഞ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് പേഷ്യന്റിനെ പഴയ ജീവിതത്തിലോട്ട് പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.